ഹലോ, നമ്മുടെ തത്തുട്ടിയും മക്കളും ഒരു ദിവസം കഴിഞ്ഞല്ലേ ഇപ്പം പ്രസവിച്ചിട്ട്. 20-ാം തീയതി രാവിലെയാണ് പ്രസവിച്ചത്. കണ്ടോ, പാല് കുടിക്കുന്നത് കണ്ട, 4 പേരും ഉണ്ട്. എൻ്റെ കുഞ്ഞി കുഞ്ഞി കൈകൾ കണ്ട, കുഞ്ഞി കുഞ്ഞി കൈ, തലയിരിക്കുന്നത് കണ്ട, മുട്ടത്തല പോലെ എല്ലാവരുടേതും. വാലൊക്കെ എലിയുടെ വാല് പോലെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ണടച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്. മാറി കണ്ണൊക്കെ തുറക്കണമെങ്കിൽ ഒരാഴ്ച കഴിയും. പണ്ടുള്ളവർ പറയുന്നത് തൊട്ടാൽ ഒരാഴ്ചയും കഴിഞ്ഞ് തുറക്കുകയുള്ളൂ എന്നാണ്. ഞാൻ പക്ഷേ തൊട്ട്. എന്തെന്ന് വെച്ചാൽ അവൾ പ്രസവിച്ച തുണികളൊക്കെ മാറ്റി വേറെ തുണിയിലൊക്കെ വെക്കണ്ടേ. അപ്പം പിന്നെ അവരെ അങ്ങോട്ട് മാറ്റിയാലല്ലേ തുണിയൊക്കെ മാറ്റാൻ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ നാറ്റമായിരിക്കില്ലേ, ഭയങ്കര നാറ്റമായിരിക്കും. അത് ഞാൻ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഒരു ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മാറ്റി. അല്ലെങ്കിൽ പിന്നെ ഈച്ചയുമൊക്കെ വരും. ഇതാകുമ്പോൾ അവൾ സുഖനിദ്ര ഇപ്പം വന്ന് കിടക്കുന്നുള്ളൂ. അയ്യോ, ഇവളുടെ നേരെ മൂത്ത കുട്ടികൾക്ക് പാല് കൊടുത്തു കേട്ടോ, ലിയോയ്ക്കും മിക്കിക്കും. ഞാൻ പിന്നെ ഓടിക്കാനൊന്നും പോയില്ല. എന്താണെന്ന് വെച്ചാൽ അവരും കുടിച്ചോട്ട്, ഇവൾ കൊടുത്തിട്ടല്ലേ. അവളും അവളുടെ മക്കളല്ലേ, അവർക്ക് ദാഹിച്ച് കാണും. അല്ലെങ്കിൽ ഇവൾക്ക് ഈ കുട്ടികൾക്ക് കുടിക്കുന്നതിനെക്കാട്ടി ആവശ്യത്തിലധികം പാൽ അവൾക്ക് ഉണ്ടായിരിക്കും. അതല്ലേ അവൾ കൊണ്ട് കൊടുത്തത്. ഇന്ന് ഞാൻ പിന്നെ എല്ലാവർക്കും ഓരോ മാല ഇട്ട് കൊടുത്ത്. തത്തമ്മയ്ക്കും തത്തമ്മയുടെ മിക്കിക്കും ലിയോയ്ക്കും. സിംബയ്ക്കുണ്ടല്ലോ. ഇനിയിപ്പം വേണ്ടത് കൊച്ചിനും വാവയ്ക്കും കുതിരയ്ക്കുമാണ്. പക്ഷേ ഞാൻ കൊരുത്തില്ല. എൻ്റെ മുത്തൊക്കെ ഇരിക്കുന്നിടത്ത് കൊരുത്തെടുക്കണം. പിന്നെ വാവയ്ക്കും സുഖമില്ലല്ലോ, അവന് കാലൊക്കെ വയ്യ. അവൻ്റെ കാലെല്ലാം എങ്ങനെ ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം മുറിവെണ്ണ ഇടുമ്പോൾ ഇന്ന് എൻ്റെ അടുത്ത നെയ്ബർ ഒരു കുട്ടിയുണ്ട്. അവരുടെ ഹസ്ബൻഡ് പേരുക്കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം വൈകിട്ട് രാവിലെ പോയപ്പം പിന്നെ അല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ നിന്ന് ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ എനിക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സഹായിച്ചു, അങ്ങനെ വാങ്ങിച്ചു തന്നു. അതിന് മുമ്പ് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് മുറിവെണ്ണ കൊണ്ട് തന്നു. അത് ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കൊണ്ടുവന്നപ്പോൾ കവറിൽ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു ദിവസം 4-5 പ്രാവശ്യം ഇടണമെന്നാണ്. ഞാൻ കുറച്ച് ചൂടാക്കി പതുക്കെ പിടിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവിടെ ഷെൽഫിൻ്റെ മുകളിൽ കയറി കിടക്കുന്നു. വയ്യ. ഇപ്പം മനസ്സിലായി. ഇന്നും എന്നെ കടിച്ചു. പക്ഷേ കടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ പതുക്കെ. അമ്മ എനിക്ക് വയ്യ, എനിക്ക് വേദന എടുക്കുന്നതെന്ന് കാണിക്കാൻ കടിക്കുന്നതാണ് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. അപ്പം നമുക്ക് വേണ്ട ഇവരെ ഒന്നുകൂടെ നോക്കാം. കുറച്ചടുത്ത് കൊണ്ടുവരാൻ കണ്ട. എല്ലാവരുടെയും വായിൽ ഓരോ പാലിരിക്കുന്നുണ്ട്. എല്ലാവരും പാല്. ഒരാൾ അടിയിൽ കിടക്കുകയാണ് കേട്ടോ. 4 പേരാണല്ലോ ഉള്ളത്. ഒരാൾ തത്തുള്ളിയുടെ കൈയുടെ അടിയിലാണെന്നാണ് തോന്നുന്നു. കൈയൊന്ന് പിടിച്ച് നോക്കാം. അയ്യോ, അമ്മയുടെ കൈയല്ലേ. പേടിച്ചു പോയി അവൾ. കണ്ട, അടിയിലൊരാളുണ്ട്. അവൾ പേടിച്ചു പോയി കേട്ടോ കുഞ്ഞ്. അവൾ വിചാരിച്ചത് ആരാണ് വന്നതെന്ന്. തത്തമ്മ അമ്മയല്ലേ അടി കണ്ണ, അമ്മയല്ലേ കുഞ്ഞിൻ്റെ കൈ നോക്കാം. നമുക്ക് നോക്കട്ടെ. 4 പേരുണ്ടായിരുന്ന കണ്ട, 4 പേരെ കണ്ട. ഒരാൾ കണ്ട ഒളിച്ച് കിടക്കുന്നുണ്ട്. അയ്യോ തത്തമ്മോ, തത്തമ്മ. അപ്പം ഇനിയിപ്പോൾ ഇതിന്ന് ഞാനിപ്പോൾ ഒരു ദിവസം ആയപ്പോൾ ഒന്ന് എടുത്തതാണ്. ഇനി നമുക്ക് എടുക്കണം എനിക്ക്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ. എല്ലാവരും കാണണം കേട്ടോ തത്തമ്മയുടെ കുട്ടികളെ, സുന്ദര കുട്ടികളെ. അതുകൊണ്ട് ഇവനാണ് മഞ്ഞ കടുവ. എൻ്റെ ഒരു കടുവയെ കാണാതായല്ല, അവന് വേറെ അതുപോലത്തെ ഒരുത്തൻ. ഓക്കെ, ബൈ.